സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്കിൽ കൊല്ലം ടൗണിൽ ദേശീയപാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രമായ ശ്രീ പിഷാരിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിന് സമീപമാണ് ശ്രീ നഗരേശ്വരം ശിവക്ഷേത്രം, ശ്രീ അനന്തപുരം വിഷ്ണു ക്ഷേത്രം, ശ്രീ തളി മഹാദേവ ക്ഷേത്രം തുടങ്ങിയവ. ശ്രീ പിഷാരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പഴമ എത്രയെന്ന് കണക്കാക്കുവാൻ തക്കതായിട്ടുള്ള ചരിത്രരേഖകൾ ഇന്ന് ലഭ്യമല്ല. എന്നാൽ വളരെ പ്രസിദ്ധമായൊരു ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ഉണ്ട്. ക്ഷേത്ര ഐതിഹ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുവാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ഷേത്രത്തെ ഐതിഹ്യത്തിലേക്ക് പോകാം. പണ്ട് വൈശ്യജാതിക്കാരായ ഏതാനും കുടുംബക്കാർ പാണ്ഡ്യരാജ്യത്ത് നിന്ന് ഇന്നത്തെ കൊല്ലം ജില്ലയിൽ വന്നെത്തുകയും അവിടെ അവരുടെ പ്രധാന തൊഴിലായ പട്ടുനെയ്ത്തും സ്വർണ്ണ വ്യാപാരവും ചെയ്തു ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർ കാലക്രമേണ വലിയ ധനവാന്മാരായി തീർന്നു. അങ്ങനെ ഇരുന്ന കാലത്ത് അവരിൽ ഒരാൾ ശ്രീപോർക്കലിയിൽ പോയി ഭഗവതിയെ സേവിച്ച് താമസിച്ചു. അതിനിഷ്ഠയോടുകൂടിയുള്ള സേവ കണ്ട് ഭഗവതി അയാൾ ഏറ്റവും സന്തുഷ്ടയാവുകയും ഒരു ദിവസം രാത്രിയിൽ അയാൾ ഉറങ്ങിക്കിടന്നിരുന്ന സമയം ആരോ അയാളുടെ അടുക്കൽ ചെന്ന്, നിന്റെ ഭക്തിവിശ്വാസാദികൾ കൊണ്ട് ഞാൻ ഏറ്റവും പ്രസാദിച്ചിരിക്കുന്നു. ഇനി ഇപ്രകാരം കഠിനമായ തപസ്സു ചെയ്ത് നീ കഷ്ടപ്പെടണമെന്നില്ല. നിന്റെ തലയ്ക്കലിരിക്കുന്ന നാന്തകം വാളെടുത്തുകൊണ്ട് നിനക്ക് സ്വദേശത്തേക്ക് പോകാം. എൻ്റെ ഈ ആയുധം വെച്ച് പതിവായി എന്നെ പൂജിച്ചു കൊണ്ടിരുന്നാൽ നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു തന്നുകൊള്ളാം. നീ വിചാരിക്കുന്ന സ്ഥലത്ത് ഞാനുണ്ടെന്ന് ദൃഢമായി വിശ്വസിച്ചു കൊള്ളുക എന്നു പറഞ്ഞതായി അയാൾക്ക് തോന്നി. അയാൾ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു തേജസ്സു മാത്രം കാണുകയും ഉടനെ തന്നെ അത് മറഞ്ഞു പോവുകയും ചെയ്തു. അത് ദേവി തൻ്റെ അടുക്കൽ എഴുന്നള്ളി അരുൾ ചെയ്തതാണെന്ന് അയാൾ ദൃഢമായി വിശ്വസിച്ചു. തലയ്ക്കൽ നോക്കിയപ്പോൾ ഒരു നാന്തകവാൾ അവിടെ ഇരിക്കുന്നതായി കാണുകയും ചെയ്തു. അങ്ങനെ അയാൾ ആ നാന്തകവാളുമേന്തി കൊല്ലത്ത് മടങ്ങിയെത്തിയതിനു ശേഷം അവിടെ ഒരു ക്ഷേത്രം പണിത് ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ഭഗവതിയുടെ പീഠത്തിന്മേൽ നാന്തകവാൾ കൂടി വെച്ച് പതിവായി പൂജിച്ച് ഭഗവതിയെ ഭക്തിപൂർവ്വം സേവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ആ വൈശ്യൻ ഒരു വിഷഹാരിയായിരുന്നു. അതിനാൽ അയാൾ ഉണ്ടാക്കിയ ക്ഷേത്രത്തിനും വിഷഹാരിക്കാവ് എന്ന് നാമം സിദ്ധിച്ചു. അത് ലോപിച്ചു കാലക്രമേണ വിഷാരിക്കാവ് എന്നായി തീർന്നു. മുൻപേ തന്നെ വലിയ ധനവാന്മാരായിരുന്ന വൈശ്യന്മാർക്ക് ഭഗവതിയുടെ സാന്നിധ്യം കൂടി ഉണ്ടായപ്പോൾ ധനം സംഖ്യയില്ലാതെ വർദ്ധിച്ചു. അവർ കപ്പലുകളും പത്തേമാരികളും പണിയിച്ച് അവരുടെ കച്ചവടം യൂറോപ്പ് രാജ്യങ്ങൾ വരെ പ്രചരിപ്പിച്ചു തുടങ്ങി. അപ്പോഴേക്കും വിഷഹാരിയും ദേവിയെ സേവിച്ചു കൊണ്ടുവന്ന ആളുമായ ആ വൈശ്യന് ധനമെന്ന പോലെ തന്നെ അഹങ്കാരവും സീമാതീതമായി വർദ്ധിച്ചു. അതിനാൽ അവർ ക്രമേണ രാജാവിനെ പോലും കൂട്ടാക്കാതെയും രാജാവിന് ക്രമപ്രകാരം കൊടുക്കേണ്ട നികുതി കൊടുക്കാതെയുമായി. വൈശ്യന്മാരുടെ ഈ ധിക്കാരം ക്രമേണ രാജാവിന് ദുസ്സഹമായി തീരുകയും അതിനാൽ കൊല്ലത്ത് താമസിക്കുന്ന സകല വൈശ്യന്മാരും 3 ദിവസത്തിനകം നാടുവിട്ടു പോയിക്കൊള്ളണം എന്നൊരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. അപ്പോൾ വൈശ്യന്മാരാകപ്പാടെ പരിഭ്രാന്ത ഹൃദയരാകുകയും ഭഗവതിയെ പ്രതിഷ്ഠിച്ച് സേവിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം ഉൾപ്പെടെ 8 കുടുംബക്കാർ രാജകൽപ്പന കേട്ട ക്ഷണത്തിൽ അവരുടെ സകല ജംഗമ വസ്തുക്കളും പത്തേമാരികളിലാക്കിക്കൊണ്ട് സമുദ്രമാർഗേണ വടക്കോട്ട് പുറപ്പെട്ടു. ഭഗവതിയെ സേവിച്ചു കൊണ്ടിരുന്ന വൈശ്യൻ യാത്രയായ സമയം ആ ഭഗവതിയെ അയാൾ നാന്തകവാളിന്മേൽ ആവാഹിച്ചെടുത്തുകൊണ്ടുമാണ് പോയത്. ശേഷമുണ്ടായിരുന്ന കുടുംബക്കാർ അവരുടെ പൂർവ്വസ്ഥലമായ പാണ്ഡ്യരാജ്യത്തേക്കും പോയി. വടക്കോട്ട് പോയവർ കരയോട് ചേർന്ന് പത്തേമാരി ഓടിച്ചു പോയ സമയം
ഒരു സ്ഥലത്ത് പശുക്കളും പുലികളും ജാതി വൈര്യം കൂടാതെ ഒന്നിച്ചു മേഞ്ഞുകൊണ്ട് നിൽക്കുന്നതായി കണ്ടു. ഈ സ്ഥലം സമാധാനത്തോടുകൂടി താമസിക്കുവാൻ കൊള്ളാവുന്നതാണ് എന്ന് നിശ്ചയിച്ച് അവർ പത്തേമാരികൾ അവിടെ അടുപ്പിച്ച് കരയ്ക്കിറങ്ങി. കടലിനോടടുത്തുള്ള ആ സ്ഥലം അക്കാലത്ത് വലിയ വനപ്രദേശമായിരുന്നു. അവർ കരയ്ക്കിറങ്ങിയതിൻ്റെ ശേഷം അവിടെയെല്ലാം ചുറ്റി നടന്ന് ഭഗവതിക്കു ക്ഷേത്രവും അവർക്ക് ഗൃഹങ്ങളും പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ നോക്കിക്കണ്ട് നിശ്ചയിക്കുകയും ആ സ്ഥലങ്ങൾ കുറുമ്പ്രനാട് രാജാവിൻ്റെ വകയായിരുന്നതിനാൽ രാജാവിന് വില കൊടുത്ത് അവ വാങ്ങുകയും ക്ഷേത്രവും ഗൃഹങ്ങളും പണിയുകയും ചെയ്തു. അമ്പലം, ശ്രീകോവിൽ, നാലമ്പലം, തിടപ്പള്ളി മുതലായവയോടുകൂടിയാണ് പണി കഴിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ, തിരുമാന്താംകുന്ന് മുതലായ സ്ഥലങ്ങളിലെ പോലെ കിഴക്കോട്ട് ദർശനമായി ശിവനെയും വടക്കോട്ട് ദർശനമായി ഭഗവതിയെയും മതിൽക്കകത്തെ ഉപദേവനായി ശാസ്താവിനെയും ഗണപതിയെയും പ്രതിഷ്ഠ ചെയ്തു. പ്രതിഷ്ഠ നടത്തിയത് പ്രസിദ്ധ മാന്ത്രികനും തന്ത്രിയുമായ കാട്ടുമാടത്തു നമ്പൂരിയാണ്. എങ്കിലും പിന്നെയും ശാന്തി നടത്തിയിരുന്നത് ഭഗവതിയെ സേവിച്ചു കൊണ്ടുവന്ന ആ വൈശ്യനും അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുമായിരുന്നു. വൈശ്യന്മാർ 8 കുടുംബക്കാരും ക്ഷേത്രത്തിന് സമീപം തന്നെ 8 ഗൃഹങ്ങളിലായി താമസമുറപ്പിച്ചു. ഈ ക്ഷേത്രത്തിൽ അവർ ഊരാളന്മാരായി തീരുകയും ചെയ്തു. ക്ഷേത്രത്തിന് പൂർവ്വസ്മരണ വിടാതെ അവർ കൊല്ലം പിഷാരിക്കാവ് എന്ന് തന്നെ പേരിട്ടു. അത് പിന്നീട് പിഷാരിക്കാവ് എന്ന് ആയിത്തീർന്നു. ഈ ക്ഷേത്രത്തിന്റെ കാരണഭൂതനായ വൈശ്യന് ശ്രീപോർക്കലിയിൽ നിന്നും കിട്ടിയതും കൊല്ലത്ത് നിന്ന് ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടു വന്നതുമായ നാന്തകം ഇവിടെ ഭഗവതിയെ പ്രതിഷ്ഠിച്ചപ്പോൾ തന്നെ ശ്രീകോവിലിനകത്ത് വെച്ചു. അത് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിന് ഇതുവരെ യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. ക്ഷേത്രത്തിൽ ഊരാളന്മാരായ 8 കുടുംബക്കാരുടെ വീട്ടുപേരുകൾ താഴെ പറയുന്നവയാണ്: കീഴേൽ വീട്, പാഴേൽ, എളേടത്ത്, ഈച്ചരാട്ടിൽ, പൊന്നത്തിൽ, നാണോത്ത്, എരോത്ത്, ഉമ്മച്ചി വീട്. ഈ വൈശ്യന്മാർ 8 കുടുംബക്കാർ മാത്രമായിരുന്നതിനാൽ അവർക്ക് യഥാപൂർവം പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനും മക്കത്തായം ആചരിക്കുന്നതിനും നിവൃത്തിയില്ലാതായി തീർന്നു. അതിനാൽ അവർ നായന്മാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുകയും മരുമക്കത്തായ സമ്പ്രദായം സ്വീകരിക്കുവാനും നിർബന്ധിതരായി. വൈശ്യന്മാർ നായന്മാരായി തീർന്നപ്പോൾ ക്ഷേത്രത്തിൽ ശാന്തിക്ക് അവരായാൽ പോരെന്ന് അവർക്കു തന്നെ തോന്നുകയാൽ ശാന്തിക്ക് അവർ ചാലോറ എന്ന ഇല്ലപ്പേരായ ഒരു നമ്പൂതിരിയെ നിയമിച്ചു. നമ്പൂതിരി ശാന്തിയായപ്പോൾ ഇവിടെ സ്വല്പം ചില ഭേദഗതികൾ വരുത്തേണ്ടതായി വന്നു. ക്ഷേത്രത്തിൽ ഉഷ ഉൾപ്പെടെ 5 പൂജ പതിവുള്ളതിൽ ഭഗവതിക്ക് മാത്രം ഉച്ചപൂജയ്ക്കുള്ള നിവേദ്യം മദ്യവും മാംസവുമായിരുന്നു പതിവ്. നമ്പൂതിരി ശാന്തിയായപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. മദ്യമാംസാദികൾ നിവേദ്യമല്ലാതാവുകയും പൂജ നമ്പൂതിരിയാവുകയും ചെയ്തപ്പോൾ ഭഗവതിയുടെ ശക്തിയും ചൈതന്യവും വളരെ വർദ്ധിച്ചു. മുൻപേ തന്നെ ഉഗ്രമൂർത്തിയായ ഭഗവതി നമ്പൂതിരിയുടെ പൂജ നിമിത്തം അത്യുഗ്രമൂർത്തിയായി തീർന്നു. ദേവിക്ക് ഭയങ്കരി എന്നുള്ള നാമം അപ്പോഴാണ് യഥാർത്ഥമായി തീർന്നത്. ദർശനത്തിനായി ചെല്ലുന്ന ഭക്തന്മാർ പകൽ സമയത്ത് പോലും ഭഗവതിയുടെ നടയിൽ പോകാതെയായി. ക്ഷേത്രത്തിനകത്ത് കടക്കാൻ തന്നെ വല്ലാതെ ഭയമായി. അപ്പോൾ ഈ ഉഗ്രത സ്വല്പം കുറയ്ക്കുന്നതിനു വേണ്ടി ഊരാളന്മാർ നമ്പൂതിരിയുടെ ശാന്തി വേണ്ടെന്ന് വയ്ക്കുകയും ശാക്തേയന്മാരായ വട്ടോളി മൂസത്തുമാരെ ശാന്തി തുടങ്ങുകയും ചെയ്തു. മൂസത്തുമാർ ശാന്തി തുടങ്ങിയതോടെ മദ്യം മാംസങ്ങളും നിവേദിച്ചു തുടങ്ങുകയും അപ്പോൾ ദേവിയുടെ ഉഗ്രതയ്ക്ക് സ്വല്പം ശമനം സംഭവിക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ശാന്തി നടത്തി വരുന്നത് വട്ടോളി മൂസത്തുമാർ തന്നെയാണ്. എങ്കിലും ആണ്ടുതോറും മീനമാസത്തിൽ തന്ത്രിയെ ഇവിടെ വരുത്തി ഒരു ശുദ്ധി കലശവും ബ്രാഹ്മണരെ കൊണ്ട് 3 ദിവസത്തെ പൂജയും ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ ആണ്ടുതോറും മീനമാസത്തിൽ 8 ദിവസമായി ഒരു ഉത്സവം നടന്നു വരുന്നു. അതിന് കാളിയാട്ടം എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. ഈ ഉത്സവം മറ്റു ക്ഷേത്രങ്ങളെ പോലെയൊന്നുമല്ല. ഇവിടെ ധ്വജമായി ഉപയോഗിക്കുന്നത് 45 കോൽ നീളമുള്ള ഒരു മുളയാണ്. മുള നാട്ടി അതിന്മേലാണ് കൊടിയേറ്റ് കഴിക്കുന്നത്. കൊടിയേറിയാൽ എഴുന്നള്ളിക്കുന്നത് 6 ദിവസവും ലോഹനിർമ്മിതമായ ശിവേലി തിടമ്പും 7-ാം ദിവസവും 8-ാം ദിവസവും നാന്തകവുമാണ്. നാന്തകവാള എഴുന്നള്ളിക്കുന്നതിനുള്ള ആന പിടിയാന തന്നെ ആയിരിക്കണമെന്നതും നിർബന്ധമാണ്.
ഉത്സവകാലത്ത് പ്രതിദിനം 3 ശീവേലിയും ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ വെച്ച് ബ്രാഹ്മണർക്കും സാധുക്കൾക്കും സദ്യയും പതിവുണ്ട്. 7-ാം ദിവസം വലിയ വിളക്കിനും 8-ാം ദിവസം കാളിയാട്ടത്തിനും മാത്രമേ നാന്തകവാൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുകയുള്ളൂ. നാന്തകവാളെടുത്ത് എഴുന്നള്ളിക്കുന്ന ആളിൽ ആ ഭഗവതിയുടെ ആവാസമുണ്ടാവുകയും ആ ആൾ വാൾ പിടിച്ചുകൊണ്ട് ആനപ്പുറത്തിരുന്ന് കലശലായി വിറക്കുകയും എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് താഴെ ഇറങ്ങി വാൾ ശ്രീകോവിലേക്ക് കൊണ്ടുചെന്ന് വെച്ചാലുടനെ ബോധം കെട്ട് വീഴുകയും ചെയ്യാറുണ്ട്. പിന്നെ വളരെ നേരം കഴിഞ്ഞേ ആ ആൾക്ക് ബോധം വീഴുകയുള്ളൂ. ഇവിടെ ഉത്സവം മീനമാസത്തിലായിരിക്കണമെന്നല്ലാതെ കൊടിയേറ്റ് ഇന്ന നാൾ അല്ലെങ്കിൽ ഇന്ന തീയതിയിൽ വേണമെന്ന് നിർബന്ധമില്ല. അത് വർഷം തോറും നിശ്ചയിച്ച് നടത്തുകയാണ് പതിവ്. അത് നിശ്ചയിക്കുവാനുള്ള അവകാശവും അധികാരവും പൊറ്റമ്മൻ നമ്പീശൻ എന്ന ആൾക്കാണ്. അവരുടെ കുടുംബത്തിൽ അതാതു കാലത്ത് മൂപ്പായിട്ടുള്ള ആളാണ് അത് നിശ്ചയിക്കുന്നത്. എന്നാൽ അതും നാന്തകം വാളകം കൂടുവാനുള്ള മുഹൂർത്തമനുസരിച്ചായിരിക്കണം. വാളകം കൂടുവാനുള്ള മുഹൂർത്തം ജ്യോത്സ്യനെ വരുത്തി നോക്കിച്ചിട്ടാണ് നിശ്ചയിക്കുന്നത്. കാളിയാട്ടത്തിന്റെ പ്രധാന ക്രിയ നാന്തകവാൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നതാണ്. ആ എഴുന്നള്ളത്ത് പകൽ ഏകദേശം 4 മണിക്ക് ആരംഭിക്കും. അതിന് കുട, ആലവട്ടം, വെഞ്ചാമരം, തലയിൽ കെട്ട് മുതലായ അലങ്കാരങ്ങളോടുകൂടിയ 15 ആനകളും പലവിധ വാദ്യങ്ങളോടുകൂടിയും താളമേളങ്ങളും ഉണ്ടായിരിക്കും. ആ എഴുന്നള്ളത്ത് നടയിൽ സ്വല്പം അകലെയായി നിൽക്കുന്ന പാലയുടെ ചുവട്ടിലെത്തുമ്പോൾ മേളം കലാശിക്കും. പിന്നെ അവിടെ കുറുപ്പിന്റെ നൃത്തമുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഊരുചുറ്റലായി എഴുന്നള്ളിച്ചു പോകും. ഊരുചുറ്റൽ കഴിഞ്ഞു മടങ്ങിയെത്തിയാൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയ്ക്കലും തെയ്യമ്പാടിക്കുറുപ്പിന്റെ നൃത്തമുണ്ട്. ഭഗവതി ഊരുചുറ്റാൻ എഴുന്നള്ളുന്ന സമയം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് മുന്നൂറ്റാന്മാരും കിഴക്കുഭാഗത്ത് വണ്ണാന്മാരും അണിനിരന്ന് കാവൽ നിൽക്കുക പതിവാണ്. നാന്തകവാൾ ഇറക്കി എഴുന്നള്ളിക്കുന്നതുവരെ അവർ കാവൽ നിൽക്കും. ഇറക്കി എഴുന്നള്ളിക്കുന്ന സമയത്ത് വെളിച്ചപ്പാട് തുള്ളും. അതും കഴിഞ്ഞാൽ അരിയും പയറും മാംസവും കൂടി പാകം ചെയ്ത് കൊണ്ടുപോയി വടക്ക് വശത്തുള്ള കോട്ടയിൽ വെച്ചു ഭൂതങ്ങൾക്ക് ബലി കൊടുക്കും. ഇതിന് അരിങ്ങാട് എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. ഇത് അന്യർക്ക് കാണുവാൻ പാടുള്ളതല്ല. കോട്ടയെന്ന് പറയപ്പെടുന്നത് ഏതാനും ഉന്നത വൃക്ഷങ്ങൾ നിൽക്കുന്ന ഒരു പറമ്പാണ്. പിഷാരിക്കാവിൽ ഭഗവതിയുടെ അത്ഭുത മഹാത്മ്യങ്ങളെല്ലാം പറഞ്ഞവസാനിപ്പിക്കുന്ന കാര്യവും അസാധ്യമാണ്. അതിനാൽ അതിൽ ചിലത് മാത്രം ഈ വീഡിയോയിൽ പറയാം. പണ്ട് മൈസൂർ കടവ എന്നു പ്രസിദ്ധനായ ടിപ്പു സുൽത്താൻ മലബാറിനെ ആക്രമിച്ച കാലത്ത് അനേകം ഹിന്ദുക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാക്കി നശിപ്പിച്ചുവെങ്കിലും പിഷാരിക്കാവിൽ ഭഗവതിയെക്കുറിച്ച് അയാൾക്ക് വളരെ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നു. അതിനാൽ അയാൾ ചില കാലങ്ങളിൽ ദേവീ ദർശനാർത്ഥം ഇവിടെ വരികയും ചെയ്തിരുന്നു. ഒരിക്കൽ സുൽത്താൻ ദർശനത്തിനായി വന്ന സമയം ശാന്തിക്കാരൻ പ്രസാദം കൊടുക്കുന്നതിനായി കൊണ്ടുചെല്ലുകയും അപ്പോൾ സുൽത്താൻ, എനിക്ക് ശാന്തിക്കാരന്റെ പ്രസാദം വേണ്ട, ദേവി തന്നെ എനിക്ക് പ്രസാദം തരണമെന്ന് പറഞ്ഞ് ശാന്തിക്കാരനോട് പ്രസാദം വാങ്ങാതെ തർക്കിച്ചു നിൽക്കുകയും ചെയ്തു. ആ സമയം ഭഗവതി തന്നെ പ്രസാദം എടുത്തുകൊണ്ട് പ്രത്യക്ഷമായി അവിടെ എഴുന്നള്ളി പ്രസാദം സുൽത്താന്റെ കയ്യിൽ കൊടുത്തു. പ്രസാദം വാങ്ങിയതോടുകൂടി സുൽത്താൻ ബോധം കെട്ട് വീഴുകയും ചെയ്തു. ദേവി അന്തർധാനം ചെയ്യുകയും ചെയ്തു. പിന്നെ 3.25 നാഴിക കഴിഞ്ഞപ്പോൾ സുൽത്താൻ ബോധം വീണു. അപ്പോൾ അയാൾക്ക് താൻ വിചാരിക്കുകയും പറയുകയും ചെയ്തത് അവിവേകമായി പോയി എന്ന് തോന്നുകയും ദേവിയെക്കുറിച്ചുള്ള ഭക്തിവിശ്വാസങ്ങൾ പൂർവാധികം വർദ്ധിക്കുകയും ചെയ്തു. അതിനാൽ സുൽത്താൻ പ്രതിവർഷം 342 രൂപ വീതം ദേവസ്വത്തിലേക്ക് കൊടുത്തു വന്നിരുന്നു. പിന്നീട് ടിപ്പുവിന്റെ രാജ്യം ബ്രിട്ടീഷ് ഗവൺമെന്റ് അധീനതയിലായപ്പോൾ ആ സംഖ്യ ആ ഗവൺമെന്റ് സർവമാന്യമായി ഭൂനികുതിയിൽ വിട്ടുകൊടുത്തു. ഒരിക്കൽ ചില ക്ഷേത്രകാര്യങ്ങൾ പെട്ടെന്ന് നടത്തേണ്ടതായും തൽക്കാലം ദേവസ്വത്തിൽ പണം ചുരുക്കമായും വരികയാൽ ഊരാളന്മാർ ചിങ്ങപുരത്ത് കൃഷ്ണഭട്ടർ എന്നൊരാളോട് ഏതാനും രൂപ കടം വാങ്ങി. ആ സംഖ്യ അവധിക്കു കൊടുത്തു തീർക്കാനാകാതിനാൽ പട്ടർ ഊരാളന്മാരുടെ മേലും ദേവസ്വം വക സ്വത്തുക്കളിന്മേലും കേസ് കൊടുത്ത് തനിക്കനുകൂലമായ വിധി സമ്പാദിച്ചു. ഊരാളന്മാരെ വാറണ്ടിൽ പിടിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ഒടുക്കം പട്ടർ കാളിയാട്ട ദിവസം നാന്തകവാൾ എഴുന്നള്ളിക്കുന്ന ആനയ്ക്ക് കെട്ടിക്കുന്നതും ദേവസ്വം വകയുമായ സ്വർണത്തലയിൽ കെട്ട് ജപ്തി ചെയ്യിക്കാമെന്ന് നിശ്ചയിച്ച് 8-ാം ഉത്സവ ദിവസം ക്ഷേത്രസന്നിധിയിലെത്തി. എഴുന്നള്ളിച്ച് പുറത്തു വന്നപ്പോഴേക്കും പട്ടർക്ക് അവിടെ നിൽക്കാൻ വയ്യാതെയായി. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അവിടെ നിന്ന് ഓടി.
അപ്പോൾ ആരോ പിന്നാലെ ഓടിച്ചെന്ന് ഊക്കോടുകൂടി പുറത്ത് ഒന്നടിച്ചതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പിന്നെയും ഓടുകയും പടിഞ്ഞാറ് വശത്തുള്ള ചെറിയുടെ വക്കത്ത് ചെന്നപ്പോൾ ബോധം കെട്ട് അവിടെ വീഴുകയും ചെയ്തു. ഉടനെ ചോര ഛർദ്ദിച്ചു തുടങ്ങുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. മറ്റൊരു ഐതിഹ്യം ഇപ്രകാരമാണ്. പിഷാരിക്കാവ് ക്ഷേത്രത്തിൽ 2 തവണ കള്ളന്മാർ കയറുകയുണ്ടായി. ഒരിക്കൽ അവർക്കൊന്നും കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഒരിക്കൽ കള്ളന്മാർ അമ്പലത്തിനകത്തു കടന്നപ്പോൾ അവിടെ അകത്തും പുറത്തും വലിയ പുഴയിൽ എന്ന പോലെ വെള്ളം പെരുകിയിരിക്കുന്നതായി അവർക്ക് തോന്നി. അതിനാൽ നേരം വെളുക്കുന്നതുവരെ അവർ അവിടെ കിടന്നു കഷ്ടപ്പെട്ടു. നേരം വെളുത്ത് നട തുറന്നപ്പോൾ അവിടെയെങ്ങും വെള്ളം കയറിയിട്ടില്ലെന്നുള്ള വാസ്തവം അവർക്ക് മനസ്സിലാവുകയും അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ കള്ളന്മാർ അമ്പലത്തിൽ കയറി ചില ഓട്ടുപാത്രങ്ങളും മറ്റും എടുത്തു പുറത്തിറങ്ങി. മോഷ്ടിച്ച സാമാനങ്ങളെല്ലാം തലയിലേറ്റിക്കൊണ്ട് യാത്രയായപ്പോൾ അവർക്ക് ഏതിലെയാണ് പോകേണ്ടതെന്ന് വഴിനിശ്ചയമില്ലാതെയായി. അവർ ആ പാത്രങ്ങളും തലയിൽ വെച്ചുകൊണ്ട് നേരം വെളുക്കുന്നതുവരെ ക്ഷേത്രത്തിനെ പ്രദക്ഷിണം ചെയ്തു. നേരം വെളുത്തപ്പോൾ ഊരാളന്മാരിൽ ചിലർ അവിടെ എത്തി കള്ളന്മാരെ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ആ സമയം വെളിച്ചപ്പാട് തുള്ളി വരികയും നമ്മുടെ മുതൽ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം നമുക്കാണ്, അതിനാൽ അതിനെക്കുറിച്ച് നാം തന്നെ ചോദിച്ചു കൊള്ളാം എന്ന് പറയുകയും കള്ളന്മാരെ കൊണ്ട് മോഷ്ടിച്ച മുതലെല്ലാം അവിടെ വേപ്പിക്കുകയും പ്രായശ്ചിത്തവും മേലാൽ ഇവിടെ കയറി മോഷ്ടിക്കുകയില്ലെന്ന് സത്യവും ചെയ്യിപ്പിച്ച് അവരെ വിട്ടയക്കുകയും ചെയ്തു. അതിൽ പിന്നെ ഒരിക്കലും ഈ ക്ഷേത്രത്തിൽ കള്ളന്മാർ കയറിയിട്ടില്ല. ഈ ക്ഷേത്രത്തിലെ കോമരം പട്ടുമുണ്ടയ്ക്കൽ തെയ്യമ്പാടി കുറുപ്പിന്റെ കുടുംബത്തിൽ അന്നന്നു മൂത്ത ആളായിരിക്കുകയാണ് പതിവ്. ഒരു കാലത്ത് അവിടെ പ്രായം തികഞ്ഞ പുരുഷന്മാരെല്ലാം ഇല്ലാതെയായി തീരുകയാൽ കാരോറപ്പണിക്കന്മാരുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കോമരമാക്കിയെടുക്കുന്നതിന് ഊരാളന്മാരും മറ്റും കൂടി നിശ്ചയിച്ചു. ആ സമയം തെയ്യമ്പാടിക്കുറുപ്പിന്റെ ഗൃഹത്തിൽ നിന്ന് 11 വയസ്സു മാത്രം പ്രായമായ ഒരാൺകുട്ടി വിളിച്ചപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിലെത്തി. കുറുപ്പിന്റെ ഗൃഹത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് 46 മണിക്കൂർ ദൂരമുണ്ട്. ചെറുപ്രായക്കാരനായ ഈ ബാലൻ ഇത്രയും ദൂരം പരസഹായം കൂടാതെ വഴിയറിഞ്ഞ് ഇവിടെ വന്ന് എത്തിയതിനെക്കുറിച്ച് തന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു. പിന്നീടുണ്ടായ അന്വേഷണത്തിൽ അയാൾ ഗൃഹത്തിൽ നിന്ന് ഏകദേശം 6 മണിക്കൂർ കൊണ്ട് ഇവിടെ വന്നെത്തിയതെന്ന് അറിയുകയും ചെയ്തു. അയാളുടെ പ്രവൃത്തികളും വാക്കുകളും അത്ഭുതപ്പെടുവാൻ തക്കവണ്ണമായിരുന്നു. വിശ്വാസപൂർവം അയാളെ തന്നെ അവിടെ കോമരമായി സ്വീകരിച്ചു. പണ്ടൊരിക്കൽ ഊരാളന്മാരുടെ ബന്ധുവർഗത്തിൽപ്പെട്ട ഒരാൾ ഈ ഭഗവതിയുടെ നടയിൽ വന്ന് കള്ളസത്യം ചെയ്യുകയും അയാൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ക്ഷണത്തിൽ തന്നെ ബോധം കെട്ട് മറിഞ്ഞു വീണു മരിച്ചു. അതിൽ പിന്നെ ആരും തന്നെ ഇവിടെ സത്യം ചെയ്യാനായി വരാറില്ല. പണ്ടൊരിക്കൽ ഗർഭിണിയായ ഒരു സ്ത്രീ ഉച്ചപൂജ സമയത്ത് ക്ഷേത്രത്തിൽ ചെന്നു ദർശനം കഴിച്ചുപോയി. അന്ന് അസ്തമിക്കുന്നതിന് മുൻപ് ആ സ്ത്രീ മരിച്ചു. ഇതിന്റെ കാരണം എന്തെന്നറിയുന്നതിനായി ആ സ്ത്രീയുടെ വീട്ടുകാർ ഒരു പ്രശ്നക്കാരനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കി. സ്ത്രീയുടെ മരണത്തിനുള്ള കാരണം ഭഗവതിയുടെ കോപമാണെന്ന് പ്രശ്നക്കാരൻ വിധിച്ചു. ഭഗവതിക്ക് ഉച്ചപൂജയ്ക്കുള്ള നിവേദ്യം മദ്യവും മാംസവുമാണ്. മദ്യം സേവിച്ച് മതിച്ചിരിക്കുന്ന സമയത്ത് ആരായാലും അന്യന്മാർ ചെന്നു കാണുന്നത് സന്തോഷപ്രദമായിരിക്കില്ല. വിശേഷിച്ച് ഒരു സ്ത്രീയായ ഭഗവതി മദ്യപാനം ചെയ്ത് ആഹ്ലാദിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു സ്ത്രീ ചെന്നു കണ്ടാൽ കോപമുണ്ടാകാതിരിക്കില്ല. ഇതാണ് പ്രശ്നക്കാരന്റെ യുക്തി. അതൊക്കെ എങ്ങനെയായാലും ആ കാലം മുതൽ ഈ ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം സ്ത്രീകൾ അകത്തു കടന്ന് ദർശനം കഴിക്കാതെയായി. അത് ഇപ്പോഴും അങ്ങനെ തന്നെ ആണ്. പിഷാരിക്കാവിലെ ഉത്സവത്തിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഹിന്ദുമതത്തിലെ വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്ന അവകാശവരവുകൾ ആണ്. സർവ്വസമുദായങ്ങളിൽപ്പെട്ടവർക്കും ക്ഷേത്രോത്സവത്തിൽ അവരവരുടെ പങ്കാളിത്തമുണ്ട്. കൊയിലാണ്ടി താലൂക്കിന്റെയും മറ്റ് സമീപ പ്രദേശങ്ങളിലെയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്ന വരവുകൾ പിഷാരിക്കാവിലെ ശക്തിദേവതയിലുള്ള ജനവിഭാഗങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം വിളിച്ചോതുന്നവയാണ്. വാദ്യമേളത്തോടുകൂടി കൊടിക്കൂറുകൾ പറപ്പിച്ചുകൊണ്ട് പിഷാരിക്കാവിലേക്ക് ഒഴുകിയെത്തുന്ന വരവുകളിൽ വെളിച്ചപ്പാടുകളും ഉണ്ടാകും. ക്ഷേത്ര പരിസരത്തെത്തുമ്പോൾ കോമരങ്ങൾ ശ്രീകോവിലിന്റെ മുൻപിലേക്ക് പാഞ്ഞെടുക്കുകയും വാൾകൊണ്ട് അവരുടെ തല കൊത്തിക്കീറുകയും ചെയ്യുന്ന കാഴ്ച ഭക്തജനങ്ങൾ ഭക്ത്യാദരപൂർവ്വം വീക്ഷിക്കുന്നു. വരവുകളിൽ നിരവധി ആളുകൾ പങ്കെടുക്കും. തീയ സമുദായക്കാരുടെ ഇളനീർ വരവ് പ്രധാനമാണ്.
വിവിധ വരവുകൾ കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പിഷാരിക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ക്ഷേത്ര പരിസരത്തും ജനങ്ങൾ തിങ്ങി നിറയുന്നു. അരയന്മാരുടെ വരവ്, വേട്ടുവരുടെ വരവ്, മണ്ണാന്മാരുടെ വരവ്, കൊല്ലന്മാരുടെ വരവ് എന്നീ വരവുകളും ക്ഷേത്രത്തിലെത്തുമ്പോൾ ഭക്തജനങ്ങൾ സ്വയം മറന്ന് ദേവിയിൽ ലയിച്ചു ചേരുന്നു. വെളിച്ചപ്പാടുകളുടെ അട്ടഹാസങ്ങളും മുറഞ്ഞ തുള്ളലും അവരുടെ നെറ്റിയിലുള്ള ഒഴുകിയൊലിക്കുന്ന ചോരത്തുള്ളികളും എല്ലാം ഈ ദേവാലയ പരിസരത്തെ ഭക്തിയുടെ അനുഭൂതിയിലേക്ക് ആനയിക്കുന്നു. പിഷാരിക്കാവിന് സമീപമുള്ള മന്ദമംഗലത്ത് വളരെ കാലം മുമ്പ് ദിവ്യനായ ഒരു യോഗി താമസിച്ചിരുന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. ഈ യോഗിയുടെ ആത്മശക്തി കൊണ്ട് ആ ദേശം മുഴുവൻ ഐശ്വര്യസമൃദ്ധമായി തീർന്നു. സ്വാമി സമാധിയായതും ഇവിടെ തന്നെയാണ്. പിന്നീട് യോഗിയുടെ പാവന സ്മരണയ്ക്കായി ഒരു ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു. ഇതാണ് സ്വാമിയാർക്കാവ്. സ്വാമിയാർക്കാവും ശ്രീ പിഷാരിക്കാവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവാണ് കാളിയാട്ട മഹോത്സവ കാലത്ത് സ്വാമിയാർ കോവിൽ നിന്നും പിഷാരിക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള ഭക്തിനിർഭരമായ വസൂരിമാല വരവ്. പിഷാരിക്കാവിൽ അമ്മയുടെ ഭക്തവാത്സല്യത്തിന് ഉത്തമ ദൃഷ്ടാന്തമാണ് വസൂരിമാല വരവ്. വർഷങ്ങൾക്ക് മുൻപ് മന്ദമംഗലത്ത് പടർന്നു പിടിച്ച വസൂരി അനേകം ആളുകളെ കൊന്നൊടുക്കി. ജനങ്ങളെ ഇത് ഭയപ്പെടുത്തുകയും ഭക്തജനങ്ങൾ പിഷാരിക്കാവിൽ അമ്മയുടെ തിരുനടയിലെത്തി മാരകമായ രോഗത്തിന്റെ പിടിയിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമേ എന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചു. അമ്മേ മഹാമായെ, ഈ നാടിനെ രക്ഷിക്കണേ, മഹാമാരി മാറ്റിത്തന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദേവിയുടെ തിരുമുൻപിൽ സ്വർണ്ണമണിമാല സമർപ്പിക്കാം. വർഷം തോറും ഓരോ മണി കൂട്ടി മണിമാല എഴുന്നള്ളിക്കാം. ഭഗവതി ഭക്തരുടെ ഉള്ളുരുകിയുള്ള ഈ പ്രാർത്ഥന കേട്ട് അനുഗ്രഹം ചൊരിഞ്ഞു. ദിവസങ്ങൾക്കകം മാരകമായ വസൂരി രോഗം അപ്രത്യക്ഷമായി. സന്തുഷ്ടരായ ഭക്തന്മാർ വലിയ വിളക്കു ദിവസം ദേവിയുടെ തിരുമുൻപിൽ സ്വർണമാല സമർപ്പിച്ച് പ്രാർത്ഥന നിറവേറ്റി. തുടർന്ന് മുടക്കമില്ലാതെ കൊല്ലം തോറും ഓരോ സ്വർണമണി വീതം കൂട്ടിച്ചേർത്ത് വസൂരിമാല ദേവീസന്നിധിയിൽ ഭക്തിപൂർവം സമർപ്പിച്ചു വരുന്നു. പിഷാരിക്കാവിൽ അമ്മയുടെ ആഭരണങ്ങളിൽ പ്രധാനമാണ് വസൂരിമാല. ഭക്തജനങ്ങളെ ഭക്തിലഹരിയിൽ ആറാടിക്കുന്ന വസൂരിമാല വരവ് ഗംഭീര ആഘോഷത്തോടെയും ജനപങ്കാളിത്തത്തോടെയുമാണ് പിഷാരിക്കാവ് തിരുനടയിൽ എത്തിച്ചേരുന്നത്. ഉത്സവ നാളുകൾ ഇവിടെ വണ്ണാന്മാരുടെയും മുന്നൂറ്റന്മാരുടെയും സാന്നിധ്യം മുൻപ് പറഞ്ഞിരുന്നു. ഉത്സവനാളിൽ 2 തെയ്യങ്ങൾ ക്ഷേത്രത്തിലുണ്ടാകും. ക്ഷേത്രപാലനും വീരഭദ്രനും. വീരഭദ്രൻ തെയ്യം മുന്നൂറ്റാനും ക്ഷേത്രപാലൻ തെയ്യം വണ്ണാനുമാണ് കെട്ടുക. ക്ഷേത്ര സംരക്ഷകനായ ഒരു മൂർത്തിയാണ് ക്ഷേത്രപാലകൻ. അസുരവധത്തിന് ശേഷവും ഭദ്രകാളിയുടെ കോപം ശമിക്കാത്തതുകൊണ്ട് ശിവൻ ശിശുവായി മാറുകയും ഭദ്രകാളി ശിശുവിനെ പാലൂട്ടുകയും മാതൃഭാവം കൈവന്ന ദേവിയുടെ കോപം ശമിക്കുകയും ചെയ്തു. ദേവി ഈ ശിശുവിനെ ക്ഷേത്രപാലനാക്കി എന്നാണ് ഐതിഹ്യം. വീരഭദ്രൻ ശിവകിങ്കരന്മാരിൽ പ്രധാനിയുമാണ്. പിഷാരിക്കാവിൽ കാളിയാട്ട ദിവസം തീയ സമുദായത്തിലെ സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് ആയിരത്തിരി വരവ്. പാലച്ചുവട്ടിലെ പാണ്ടിമേളത്തിനു ശേഷം സ്ത്രീകൾ ആയിരത്തിരി തെളിച്ച് ഭക്തിയോടെ തലയിലേറ്റുന്നു. അരിക്കളം പ്രദക്ഷിണം വെച്ച് അവർ ആയിരത്തിരി അതിൽ ചൊരിയുന്നു. ഭക്തി നിർഭരമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ കർശനമായ വ്രതശുദ്ധി പാലിക്കുന്നു. അരിക്കളം കാത്തുസൂക്ഷിക്കുന്നതിനുള്ള അവകാശം ആശാരി സമുദായത്തിനാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്.